വിനായകൻ അവിടെ സ്റ്റാൻലി അല്ല, സാക്ഷാൽ മമ്മൂട്ടിയാണ് കാണുന്നതെന്ന് തോന്നിപ്പോകും. മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനെ സൃഷ്ടിക്കുന്നതിന് പകരം സാധാരണഗതിയിൽ വില്ലൻ ജയിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം. പക്ഷെ നമസ്കാരം സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന നടൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭ്രമയുഗ ആയാലും നൻപകൽ നേരത്ത് മയക്കമായാലും അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും പ്രതീക്ഷയോടെ വന്ന പുതിയ ചിത്രമായ കളങ്കാവൽ കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടത്തോടെ പറയട്ടെ, ആ കഥാപാത്രം എന്നെ ശരിക്കും നിരാശപ്പെടുത്തി. മമ്മൂട്ടി എന്ന ലെജൻഡിനെ കിട്ടിയിട്ടും സംവിധായകൻ അവിടെ വലിയൊരു കോംപ്രമൈസ് കാണിച്ചു. സ്റ്റാൻലി എന്ന കഥാപാത്രം എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നും ബ്രൂട്ടലാണെന്നും സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ പെൺകുട്ടിയുമായുള്ള സംസാരത്തിലൂടെയാണ് സ്റ്റാൻലിയുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നത്. ടിവിയിൽ പണത്തിനു വേണ്ടി കൊലപാതകം നടത്തുന്ന വാർത്ത വരുമ്പോൾ തനിക്കത് ചെയ്യാൻ പറ്റുമെന്നും താനത് മുൻപ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. ആ നിമിഷം മുതൽ സ്റ്റാൻലി ഒരു സീരിയസ് ടൈപ്പ് കഥാപാത്രമായി മാറുകയാണ്. കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി അവളെ കൊല്ലുന്ന ആ മൊമെന്റിൽ സ്റ്റാൻലിയുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്രൂട്ടാലിറ്റിയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആ തുടക്കത്തിലെ മൊമെന്റവും പിന്നീട് അങ്ങോട്ട് നിലനിർത്താൻ സംവിധായകന് സാധിച്ചു വന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മനുഷ്യരെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ന് പറയുന്ന സ്റ്റാൻലിയെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, അയാൾ ആ മരണം ആസ്വദിക്കുന്ന ഒരു സീൻ പോലും പിന്നീട് സിനിമയിലില്ല. വിഷം കൊടുത്തു അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയാണ് അയാൾ ഇരകളെ കൊല്ലുന്നത്. താൻ കൊല്ലുന്ന ആൾക്കാരുടെ മരണം അയാൾ നേരിട്ട് കാണുന്നു പോലുമില്ല. പകരം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുന്ന വാർത്ത കണ്ടാണ് അയാൾ അത് അറിയുന്നത്. അപ്പൊ പിന്നെ കൊല്ലുമ്പോഴുള്ള സുഖത്തെക്കുറിച്ച് അയാൾ ആദ്യം പറഞ്ഞ ഡയലോഗ് തന്നെ അവിടെ അപ്രസക്തമാവുകയാണ്. തുടക്കത്തിൽ അത്രയും ഡെപ്തുള്ള ക്രൂരനായ ഒരു സൈക്കോ എന്ന നിലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് ആ ക്യാരക്ടർ ഡെപ്ത് പാടെ ഇല്ലാതാകുന്നു. മമ്മൂട്ടി എന്ന താരത്തിന് വേണ്ടി ആ കഥാപാത്രത്തിന്റെ ക്രൂരത സംവിധായകൻ ബോധപൂർവം കുറച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സൈനൈഡ് മോഹൻ എന്ന റിയൽ ലൈഫ് ക്രിമിനലിന്റെ കഥയാണ് ഈ സിനിമയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 20ഓളം സ്ത്രീകളെ കൊന്ന് അവരുടെ സ്വർണവും പണവും തട്ടിയെടുത്ത ആ ക്രൂരനോട് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് കടുത്ത വെറുപ്പാണ്. പക്ഷേ സിനിമ അവസാനിക്കുമ്പോൾ സ്റ്റാൻലി എന്ന കഥാപാത്രത്തോട് അത്തരമൊരു വെറുപ്പ് ജനിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും വലിയ പാളിച്ച് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻലി ഓരോരുത്തരായി വലയിലാക്കുന്നതും കൊല്ലുന്നതും വെറും റാൻഡം സീനുകളിലായി പോയി എന്നതാണ്. ഒരു വില്ലനോട് തോന്നേണ്ട വെറുപ്പിന് പകരം മമ്മൂട്ടി എന്ന താരത്തിന്റെ സ്റ്റാർഡത്തിന് മുന്നിൽ ആ വില്ലൻ വേഷം പതുക്കെ ഒരു ഹീറോയിക് പരിവേഷത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിയെ വില്ലനാക്കാൻ സംവിധായകൻ ഭയന്നതുപോലെ ഒരു ബ്രൂട്ടൽ സൈക്കോ ആവേണ്ട സ്റ്റാൻലി വെറും ഒരു സാധാരണ കൊലപാതകയായി ഒതുങ്ങിപ്പോയി. ഇത്രയും വലിയൊരു കഥാപരിസരം ഉണ്ടായിട്ടും ക്യാരക്ടർ ഡെപ്ത് കുറച്ച് കളഞ്ഞു വന്നത് ഈ സിനിമയുടെ വലിയൊരു പരാജയം തന്നെയാണ്. സിനിമയിലെ ആ ഇന്റർവെൽ സീനും ശ്രദ്ധിച്ചു നോക്കൂ. നായകനും വില്ലനും ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന രംഗം. അവിടെ വിനായകൻ അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കാൻ വന്ന ഒരു കരുത്തനായ നായകനായിട്ടല്ല നമുക്ക് അനുഭവപ്പെടുന്നത്. മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിന് മുന്നിൽ വിനയത്തോട് നിൽക്കുന്ന ഒരു സാധാരണക്കാരനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു സീനിയർ ഓഫീസർ മറ്റൊരു ഓഫീസറെ കാണാൻ വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ബോഡി ലാംഗ്വേജോ കോൺഫിഡൻസോ വിനായകന്റെ ആ കഥാപാത്രത്തിൽ കാണാനില്ല. മറിച്ച് മമ്മൂട്ടിയോടുള്ള ബഹുമാനവും പേടിയും വിനായകന്റെ ഓരോ ചലനത്തിലും ഡയലോഗ് ഡെലിവറിയിലും പ്രകടമാണ്. വിനായകൻ അവിടെ സ്റ്റാൻലി അല്ല, സാക്ഷാൽ മമ്മൂട്ടിയാണ് കാണുന്നതെന്ന് തോന്നിപ്പോകും. വിനായകൻ എന്ന നടന്റെ കാലിബർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് മുന്നിൽ ആ ഹീറോ മെറ്റീരിയൽ പാടെ പരാജയപ്പെട്ടു പോയി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പുലർത്തേണ്ട ഗൗരവത്തിന് പകരം സ്റ്റാൻലിയുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇതും ആ കഥാപാത്ര നിർമ്മിതിയിലെ വലിയൊരു പോരായ്മ തന്നെയാണ്. ഒരു സൈക്കോപാത്ത് സിനിമയിൽ പ്രേക്ഷകർ ഏറ്റവും താല്പര്യത്തോടെ കാത്തിരിക്കുന്നത് ആ വില്ലന്റെ പാസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അറിയാനാണ്. എന്നാൽ സ്റ്റാൻലിയുടെ കാര്യത്തിൽ ആ പശ്ചാത്തലം കാണിക്കുന്ന സീനുകൾ പ്രേക്ഷകരുമായി ഒട്ടും കണക്ട് ആകുന്നില്ല. സത്യത്തിൽ സ്റ്റാൻലി പണ്ട് ഇങ്ങനെയായിരുന്നു, അയാൾ ഇവരെയൊക്കെ കൊന്നു എന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് സങ്കല്പിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിൽ കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞില്ല. ഇത്രയും സ്ട്രോങ് ആയ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ പാസ്റ്റ് കൃത്യമായി അവതരിപ്പിക്കാത്തത് മേക്കിങ്ങിലെ വലിയൊരു വീഴ്ച തന്നെയാണ്. ചുരുക്കത്തിൽ സൈനൈഡ് മോഹൻ എന്ന റിയൽ ലൈഫ് ക്രിമിനലിനോട് നമുക്ക് തോന്നേണ്ട ആ വെറുപ്പ് ജനിപ്പിക്കുന്നതിൽ സിനിമ പരാജയപ്പെട്ടു. മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനെ സൃഷ്ടിക്കുന്നതിന് പകരം കഥാപാത്രത്തിന്റെ ഡെപ്ത് കുറച്ച് അയാളെ ഒരു ഹീറോയിക് പരിവേഷത്തിലേക്ക് മാറ്റാനാണ് സംവിധായകൻ ശ്രമിച്ചത്. ഇത് സിനിമയുടെ മൊത്തത്തിലുള്ള ഇമ്പാക്റ്റിനെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാൻ. ഈ സിനിമയുടെ എല്ലാ മേഖലയിലും വിനായകനെ അവതരിപ്പിക്കുന്ന ഹീറോയ്ക്ക് വില്ലന് മേൽ ആധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും വിനായകൻ മമ്മൂട്ടിക്ക് മുകളിൽ പോകുന്നില്ല. ഓരോരുത്തരുടെ പുറകെ പോകുമ്പോഴും അവസാനം പ്രതി മണിയാണെന്ന് തിരിച്ചറിയുമ്പോഴും അവിടെ സ്റ്റാൻലി എന്ന വില്ലന്റെ വിജയമാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ വില്ലൻ ജയിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കാം. പക്ഷെ ഒരു റിയൽ ലൈഫ് ക്രൂരനായ കൊലപാതകയെ വില്ലനായി കാണിക്കുമ്പോൾ അയാളെ ഇങ്ങനെ ഹീറോ മെറ്റീരിയലായി മാറ്റുന്നത് ശരിക്കും അരോചകമാണ്. മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമായി വെക്കാമായിരുന്ന കഥാപാത്രമായിരുന്നു
സ്റ്റാൻലി. പക്ഷേ ഇപ്പോൾ വില്ലനാണോ അതോ ഹീറോ ആണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ കഥാപാത്രം നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് വേണ്ടി വില്ലനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ കഥാപാത്രത്തിന്റെ ആഴം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം നോക്കിയാൽ മതി ഇതിലെ ബാലൻസിങ് എത്രത്തോളം പാളിപ്പോയെന്ന് മനസ്സിലാക്കാൻ. എലിയെ പിടിക്കാൻ മൂങ്ങ വരുമെന്ന ഡയലോഗിലൂടെ വിനായകൻ മമ്മൂട്ടിക്ക് മുകളിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ കിട്ടുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അതിനെ വെട്ടിക്കുന്ന മറ്റൊരു ഡയലോഗിലൂടെ മമ്മൂട്ടി ആ ഷോ മൊത്തം സ്റ്റീൽ ചെയ്യുന്നു. റിയൽ ലൈഫിൽ നമുക്ക് വെറുപ്പും അറപ്പും തോന്നേണ്ട ഒരു കഥാപാത്രത്തെ സിനിമ കഴിയുമ്പോൾ അയാൾ ഹീറോയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ആ ടൈലൻഡിൽ ഡിക്കി അടിച്ച് പൊളിച്ച് പുറത്തുവരാൻ ശ്രമിക്കുന്ന സ്റ്റാൻലിക്ക് അവിടെ ഒരു മാസ് ഹീറോയിക് പരിവേഷമാണ് ലഭിക്കുന്നത്. അതുവരെ വിനായകൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ ഹീറോയിസം അവിടെ പാടെ അവസാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിൽ സ്റ്റാൻലി തന്നെയാണ് ഹീറോ, സ്റ്റാൻലി തന്നെയാണ് വില്ലൻ. വിനായകൻ വെറും ഒരു സാധാരണ കഥാപാത്രമായി ഒതുങ്ങിപ്പോയി. സത്യത്തിൽ തുടക്കത്തിൽ പറയുന്ന ആ മനുഷ്യരെ കൊല്ലുന്ന സുഖത്തെക്കുറിച്ചുള്ള ഡയലോഗും ആ ഓപ്പണിംഗ് സീനും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളത് മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ പാഠവും പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏത് സ്ലാങ്ങും വഴങ്ങുന്ന അദ്ദേഹത്തിന്റെ കഴിവ് കാണിക്കാനും ഡയലോഗ് ഡെലിവറിയിലെ ആ ഒരു തന്മയത്വം നിലനിർത്താനും മാത്രമേ സംവിധായകൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളൂ. ഒരു സൈക്കോപാത്ത് ത്രില്ലർ എന്ന നിലയിൽ പ്രതീക്ഷയോടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ വെറും ഒരു ആവറേജ് അനുഭവം മാത്രമാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. മമ്മൂട്ടി എന്ന നടനെ മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ ആ കഥാപാത്രത്തിന് കിട്ടേണ്ട കൃത്യമായ ഡെപ്തോ അല്ലെങ്കിൽ ആ വില്ലത്തരത്തിന് കിട്ടേണ്ട ആഴമോ അവിടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ സംവിധായകൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഗോട്ട് ലെവൽ ബ്രൂട്ടാലിറ്റിയുള്ള ഒരു ഡെഡ്ലി വില്ലനെ മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു. എന്തും ചെയ്യാൻ തയ്യാറായ ഇതുപോലൊരു പരീക്ഷണത്തിന് ധൈര്യം കാണിച്ച മമ്മൂട്ടിയെ പോലൊരു നടൻ കൂടെ ഉണ്ടായിട്ടും സംവിധായകൻ അത് പാഴാക്കി കളഞ്ഞു. അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെയും ആരാധകരെ ഓർത്തണോ എന്നറിയില്ല. ആ കഥാപാത്രത്തിന് കൊടുക്കേണ്ട കൃത്യമായ ഡെപ്ത് അവിടെ ഇല്ലാതാക്കി. മമ്മൂട്ടി എന്ന താരത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റാൻലി എന്ന വില്ലനെ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടേത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. സിനിമ ആസ്വാദനം ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. അതുപോലെ എൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങളും ബഹുമാനിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അനാലിസിക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.